ഇനി ഒരു ഗ്രിഡിൽ എങ്ങനെ ഡേറ്റ കാണാമെന്ന് നോക്കാം. റിപ്പോർട്ടുകൾ ഉണ്ടാക്കുമ്പോഴാണ് ഇതിന്റെ ആവശ്യം വരിക. ഡേറ്റ ഒരു ടേബിളിൽ പ്രദർശിപ്പിക്കുവാനാണ് ഇത് ഉപയോഗിക്കുന്നത്. നാം നേരത്തെ ADO ഡേറ്റ കൺട്രോൾ വച്ച് ചെയ്ത പ്രോഗ്രാം ഉപയോഗിച്ച് ഗ്രിഡിൽ എങ്ങനെ ഡേറ്റ കാണുമെന്ന് നോക്കാം. അതിനായി നമ്മുടെ പ്രോജക്റ്റിലേക്ക് ഒരു ഫോം കൂടി കൂട്ടിച്ചേർക്കുക. പ്രോജക്റ്റ് മെനുവിൽ നിന്ന് ആഡ് ഫോം ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ലഭിക്കുന്ന ഡയലോഗ് ബോക്സിൽ ഫോം സെലക്ട് ചെയ്ത് ഓപ്പൺ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പ്രോജക്റ്റിലേക്ക് ഒരു ഫോം കൂടി വന്നു. ഡേറ്റ ഗ്രിഡ് കൺട്രോൾ ടൂൾ ബോക്സിൽ ലഭ്യമല്ല. അത് ടൂൾ ബോക്സിൽ കൊണ്ടുവരുവാനായി പ്രോജക്റ്റ് മെനുവിൽ നിന്ന് കമ്പോണന്റ്സ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ലഭിക്കുന്ന ഡയലോഗ് ബോക്സിൽ നിന്ന് മൈക്രോസോഫ്റ്റ് ഡേറ്റ ഗ്രിഡ് കൺട്രോൾ 6 സെലക്ട് ചെയ്യുക. ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ടൂൾ ബോക്സിൽ ഡേറ്റ ഗ്രിഡ് കൺട്രോൾ വന്നു. ഇത് നമ്മുടെ ഫോമിൽ വയ്ക്കുക. ഒരു ADO ഡേറ്റ കൺട്രോളും ഫോമിൽ വയ്ക്കുക. ഒരു കമാൻഡ് ബട്ടൺ കൂടി വയ്ക്കുക. കമാൻഡ് ബട്ടന്റെ ക്യാപ്ഷൻ പ്രോപ്പർട്ടി ഓക്കെ എന്നാക്കുക. ADO ഡേറ്റ കൺട്രോളിന്റെ വിസിബിൾ എന്ന പ്രോപ്പർട്ടി ഫോൾസ് ആക്കുക. ഇനി ADO ഡേറ്റ കൺട്രോൾ ഉപയോഗിച്ച് ആപ്ലിക്കേഷനും ഡേറ്റാബേസും തമ്മിൽ കണക്ഷൻ സ്ഥാപിക്കുക. നാം നേരത്തെ കണക്ഷൻ സ്ഥാപിച്ച സ്റ്റുഡന്റ് എന്ന ഡേറ്റാബേസിലേക്കാണ് ഇവിടെയും കണക്ഷൻ സ്ഥാപിക്കുന്നത്. അതിനായി ADO ഡേറ്റ കൺട്രോളിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് പ്രോപ്പർട്ടീസ് സെലക്ട് ചെയ്യുക. യൂസ് കണക്ഷൻ സ്ട്രിംഗ് സെലക്ട് ചെയ്യുക. ബിൽഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിന്നും മൈക്രോസോഫ്റ്റ് ജെറ്റ് 4.0 OLEDB സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഡേറ്റാബേസിന്റെ പേര് സെലക്ട് ചെയ്യുക. ഓപ്പൺ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇനി ടെക്സ്റ്റ് കണക്ഷൻ ക്ലിക്ക് ചെയ്യുക. ടെക്സ്റ്റ് കണക്ഷൻ സക്സീഡഡ് എന്ന ഒരു മെസ്സേജ് ലഭിച്ചു. അവിടെ ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഡേറ്റ ലിങ്ക് പ്രോപ്പർട്ടീസ് എന്ന വിൻഡോയിലെ ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇനി റെക്കോർഡ് സോഴ്സ് ടാബിൽ 2ADCMD ടേബിൾ സെലക്ട് ചെയ്യുക. ടേബിൾ ഓർ സ്റ്റോർഡ് പ്രൊസീജിയറിൽ നിന്നും സ്റ്റുഡന്റ് സെലക്ട് ചെയ്യുക. ഇനി ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഡേറ്റ ഗ്രിഡ് കൺട്രോളിന്റെ ഡേറ്റ സോഴ്സ് പ്രോപ്പർട്ടിയിൽ പോയി ADO DC1 സെലക്ട് ചെയ്യുക. വീണ്ടും MDI ഫോമിൽ വരിക. മെനു എഡിറ്റർ വിളിക്കുക. അവിടെ റിപ്പോർട്ട് എന്ന ഒരു മെയിൻ മെനു ക്രിയേറ്റ് ചെയ്യുക. അതിന്റെ ക്യാപ്ഷൻ റിപ്പോർട്ട് എന്നും നെയിം MNU റിപ്പോർട്ട് എന്നും നൽകുക. ഇനി റിപ്പോർട്ട് എന്ന മെനുവിന് താഴെ ഡീറ്റെയിൽ എന്ന സബ് മെനു ക്രിയേറ്റ് ചെയ്യുക. അതിന്റെ ക്യാപ്ഷൻ ഡീറ്റെയിൽ എന്നും നെയിം MNU ഡീറ്റെയിൽ എന്നും നൽകുക. ഇനി ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഫോമിൽ സ്റ്റുഡന്റ്, എക്സിറ്റ് എന്നീ മെനു കൂടാതെ റിപ്പോർട്ട് എന്ന ഒരു മെനു കൂടി കാണാം. റിപ്പോർട്ട് എന്ന മെനു ക്ലിക്ക് ചെയ്താൽ ഡീറ്റെയിൽ എന്ന ഒരു സബ് മെനു ലഭിക്കും. ഡീറ്റെയിൽ എന്ന മെനുവിന്റെ ക്ലിക്ക് ഇവന്റിൽ ഫോം 3.show എന്ന കോഡ് നൽകുക. ഡീറ്റെയിൽ എന്ന മെനു ക്ലിക്ക് ചെയ്യുമ്പോൾ ഫോം 3 ഡിസ്പ്ലേ ചെയ്യുവാനാണ് ഇതുപോലെ കോഡ് നൽകുന്നത്. ഇനി ഫോം 3യുടെ കോഡ് വിൻഡോയിൽ വരിക. അവിടെ കമാൻഡ് 1ന്റെ ക്ലിക്ക് ഇവന്റിൽ അൺലോഡ് ഫോം 3 എന്ന് നൽകുക. കമാൻഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഫോം 3 മെമ്മറിയിൽ നിന്ന് പോകുവാനാണ് ഈ കോഡ് നൽകിയിരിക്കുന്നത്. ഈ പ്രോജക്റ്റ് റൺ ചെയ്തു നോക്കാം. ഇപ്പോൾ സ്റ്റുഡന്റ്, റിപ്പോർട്ട്, എക്സിറ്റ് എന്നിങ്ങനെ 3 മെനു കാണാം. ഇതിൽ റിപ്പോർട്ട് മെനു ക്ലിക്ക് ചെയ്യുമ്പോൾ ഡീറ്റെയിൽ എന്ന ഒരു ഓപ്ഷൻ ലഭിക്കും. അതിൽ ഡീറ്റെയിൽ മെനു ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഫോം 3 ഡിസ്പ്ലേ ചെയ്തു. ഇതിൽ ഡേറ്റാബേസിലെ റെക്കോർഡുകൾ ഗ്രിഡിൽ കാണുവാൻ സാധിക്കും. ഡേറ്റാബേസിലെ റെക്കോർഡുകളുടെ ഫീൽഡ് നെയിമാണ് ഏറ്റവും മുകളിൽ കാണുന്നത്. നെയിം, അഡ്മിഷൻ നമ്പർ, ഫാദർ, കോഴ്സ്, ഹൗസ്, ഡേറ്റ്, ADNO എന്നിങ്ങനെ നൽകിയിരിക്കുന്നു. അതിന് താഴെ റെക്കോർഡുകളും കാണാം.
ഡേറ്റാബേസിലെ മുഴുവൻ റെക്കോർഡും ഗ്രിഡിൽ കാണുവാൻ സാധിക്കും. ഇനി ഈ ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഡീറ്റെയിൽസ് എന്ന ഈ വിൻഡോ ക്ലോസ് ചെയ്യും. എക്സിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഈ ആപ്ലിക്കേഷൻ അവസാനിപ്പിക്കുവാനും സാധിക്കും. ഡേറ്റ ഗ്രിഡ് ഉപയോഗിച്ച് എങ്ങനെ ഡേറ്റാബേസിലെ ഡേറ്റ കാണാമെന്നാണ് ഇപ്പോൾ നാം കണ്ടത്. ഡേറ്റ റിപ്പോർട്ട് ഉപയോഗിച്ച് വിഷ്വൽ ബേസിക്കിൽ റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായി നേരത്തെ ചെയ്ത സ്റ്റുഡന്റ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. MDI ഫോമിൽ വന്ന് മെനു എഡിറ്റർ വിളിക്കുക. ഇവിടെ റിപ്പോർട്ട് എന്ന മെയിൻ മെനു കാണാം. അതിന് താഴെ ഡീറ്റെയിൽ എന്ന ഒരു ഉപമെനു ഉണ്ട്. ഇനി ഈ റിപ്പോർട്ട് എന്ന മെയിൻ മെനുവിൽ ഡേറ്റ എന്ന ഒരു ഉപമെനു കൂടി നിർമ്മിക്കുക. അതിന്റെ ക്യാപ്ഷൻ ഡേറ്റ എന്നും നെയിം MNU ഡേറ്റ എന്നും നൽകുക. ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഫോമിൽ റിപ്പോർട്ട് എന്ന മെനുവിന് കീഴെ ഡീറ്റെയിൽ എന്നും ഡേറ്റ എന്നും ഓരോ ഉപമെനു ഉണ്ട്. ഇനി എങ്ങനെ ഡേറ്റ റിപ്പോർട്ട് ഉപയോഗിച്ച് റിപ്പോർട്ട് തയ്യാറാക്കുമെന്ന് നോക്കാം. ഡേറ്റ റിപ്പോർട്ട് ഉപയോഗിച്ച് റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന് മുമ്പ് ഡേറ്റ എൻവയോൺമെന്റ് ഡിസൈൻ ചെയ്യണം. അതിനായി പ്രോജക്റ്റ് മെനുവിൽ നിന്ന് ആ ഡേറ്റ എൻവയോൺമെന്റ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഒരു വിൻഡോ ലഭിച്ചിരിക്കുന്നു. ഈ വിൻഡോയിൽ ഡേറ്റ എൻവയോൺമെന്റ് 1 എന്നും കണക്ഷൻ 1 എന്നും ഓരോ ഗ്രൂപ്പ് കാണാം. പ്രോജക്റ്റ് എക്സ്പ്ലോററിൽ ഡിസൈനേഴ്സ് എന്ന ഫോൾഡറിൽ ഡേറ്റ എൻവയോൺമെന്റ് 1 വന്നിരിക്കുന്നത് കാണാം. ഫോമുകളെല്ലാം ഫോംസ് എന്ന ഫോൾഡറിലാണ് ഉള്ളത്. ഡേറ്റ എൻവയോൺമെന്റ് വിൻഡോയിൽ കണക്ഷൻ 1 എന്ന ഗ്രൂപ്പ് കാണുന്നത് ശ്രദ്ധിക്കുക. ഇതുപയോഗിച്ചാണ് ഡേറ്റാബേസുമായി കണക്ഷൻ സ്ഥാപിക്കുന്നത്. അതിനായി കണക്ഷൻ 1 എന്ന് കാണുന്ന ഗ്രൂപ്പിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. പ്രോപ്പർട്ടീസ് എടുക്കുക. ഇപ്പോൾ ഡേറ്റ ലിങ്ക് പ്രോപ്പർട്ടീസ് എന്ന ഒരു വിൻഡോ ലഭിക്കും. അതിൽ നിന്ന് പ്രൊവൈഡർ സെലക്ട് ചെയ്യുക. ഇവിടെ പ്രൊവൈഡർ മൈക്രോസോഫ്റ്റ് ജെറ്റ് 4.0 OLEDB പ്രൊവൈഡർ ആണ് സെലക്ട് ചെയ്യുന്നത്. നേരത്തെ ഈ പ്രൊവൈഡർ സെലക്ട് ചെയ്തിരിക്കുന്നത് ഓർക്കുക. നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സെലക്ട് ഓർ എൻ്റർ എ ഡേറ്റാബേസ് നെയിം എന്ന സ്ഥലത്ത് ഡേറ്റാബേസിന്റെ പേരായ സ്റ്റുഡന്റ് സെലക്ട് ചെയ്യുക. ഓപ്പൺ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ടെക്സ്റ്റ് കണക്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ടെക്സ്റ്റ് കണക്ഷൻ സക്സീഡഡ് എന്ന ഒരു മെസ്സേജ് ലഭിക്കും. അതിൽ ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഡേറ്റ ലിങ്ക് പ്രോപ്പർട്ടി വിൻഡോയിലെ ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ കണക്ഷൻ ക്രിയേറ്റ് ചെയ്തു കഴിഞ്ഞു. ഈ കണക്ഷനിൽ നിന്നും റിപ്പോർട്ടിന്റെ ശരിയായ പ്രവർത്തനത്തിനായി ഡേറ്റയെ സംയോജിപ്പിക്കുന്ന ഒരു കമാൻഡ് നിർമ്മിക്കേണ്ടതുണ്ട്. ഇതിനായി കണക്ഷൻ 1ൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ആഡ് കമാൻഡ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ കണക്ഷൻ 1ന് താഴെ കമാൻഡ് 1 എന്ന ഒരു ഒബ്ജക്റ്റ് രൂപീകൃതമായി. കമാൻഡ് 1ൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് പ്രോപ്പർട്ടീസ് സെലക്ട് ചെയ്യുക. ഇവിടെ ഡേറ്റാബേസ് ഒബ്ജക്റ്റ് എന്ന സ്ഥലത്ത് ടേബിൾ എന്ന് സെലക്ട് ചെയ്യുക. ഇവിടെ ഡേറ്റാബേസ് ഒബ്ജക്റ്റ് എന്ന സ്ഥലത്ത് ടേബിൾ എന്ന് സെലക്ട് ചെയ്യുക. നമ്മൾ ആക്സസ് ഡേറ്റാബേസ് ആണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ടേബിൾ സെലക്ട് ചെയ്തത്. ഇനി ഒബ്ജക്റ്റ് നെയിം എന്ന സ്ഥലത്ത് ഡേറ്റാബേസിലെ ടേബിളിന്റെ പേര് സ്റ്റുഡന്റ് സെലക്ട് ചെയ്യുക. ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ കമാൻഡ് 1ന്റെ സൈഡിൽ ഒരു പ്ലസ് രൂപം വന്നിരിക്കുന്നത് ശ്രദ്ധിക്കുക. അത് എക്സ്പാൻഡ് ചെയ്താൽ ഡേറ്റാബേസിലെ ഫീൽഡിന്റെ ലിസ്റ്റ് കാണുവാൻ സാധിക്കും. ഇനി പ്രോജക്റ്റ് മെനുവിൽ നിന്ന് ആഡ് ഡേറ്റ റിപ്പോർട്ട് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഡേറ്റ റിപ്പോർട്ട് വിൻഡോ സ്ക്രീനിൽ ലഭിക്കുന്നു. ഡേറ്റ റിപ്പോർട്ട് 1ന്റെ ഡേറ്റ സോഴ്സ് പ്രോപ്പർട്ടിയിൽ നിന്ന് ഡേറ്റ എൻവയോൺമെന്റ് 1 സെലക്ട് ചെയ്യുക. ഡേറ്റ മെമ്പർ പ്രോപ്പർട്ടിയിൽ കമാൻഡ് 1 സെലക്ട് ചെയ്യുക. ഡേറ്റ എൻവയോൺമെന്റിൽ നിന്നും റിപ്പോർട്ടിലേക്ക് ആവശ്യമായ ഫീൽഡുകൾ ഡ്രാഗ് ചെയ്ത് ഡീറ്റെയിൽ എന്ന സ്ഥലത്ത് കൊണ്ടുവരിക. ഇവിടെ നെയിം, അഡ്മിഷൻ നമ്പർ, കോഴ്സ്, പ്ലേസ് എന്നീ ഫീൽഡുകളാണ് ഉൾപ്പെടുത്തുന്നത്. ഇനി നമുക്ക് ഡേറ്റ റിപ്പോർട്ടിൽ ഫീൽഡുകൾ ക്രമീകരിക്കാം.
ഡേറ്റ എൻവയോൺമെന്റിൽ നിന്നും ഡ്രാഗ് ചെയ്ത ഫീൽഡുകളുടെ ഹെഡിംഗ് എടുത്ത് റിപ്പോർട്ട് ഹെഡർ എന്ന സ്ഥലത്ത് വയ്ക്കുക. ഇവിടെ നിന്ന് ഡ്രാഗ് ചെയ്തു വച്ചാൽ മതിയാകും. നെയിം, അഡ്മിഷൻ നമ്പർ, കോഴ്സ്, പ്ലേസ് എന്നീ ഹെഡിങ്ങുകൾ റിപ്പോർട്ട് ഹെഡറിൽ നിന്നും എടുത്തു വയ്ക്കാം. അതുപോലെ തന്നെ അതിൻ്റെ ഫീൽഡ് താഴെ അറേഞ്ച് ചെയ്യാം. ഇനി ടൂൾ ബോക്സ് ശ്രദ്ധിക്കുക. ഇവിടെ ജനറൽ എന്നും ഡേറ്റ റിപ്പോർട്ട് എന്നും രണ്ട് ടാബ് കാണാം. ഇതിൽ ഡേറ്റ റിപ്പോർട്ടിൽ നിന്നും RPT ലേബൽ എന്ന ലേബൽ എടുത്ത് റിപ്പോർട്ട് ഹെഡറിൽ വയ്ക്കുക. ഈ ലേബലിന്റെ ക്യാപ്ഷൻ സ്റ്റുഡന്റ് റിപ്പോർട്ട് എന്നാക്കുക. ഇത് റിപ്പോർട്ട് ഹെഡറിൽ ഏറ്റവും മുകളിൽ അറേഞ്ച് ചെയ്യുക. സ്റ്റുഡന്റ് റിപ്പോർട്ട് എന്ന ലേബൽ റിപ്പോർട്ട് ഹെഡറിൽ ഏറ്റവും മുകളിൽ വച്ചു. അതിനുശേഷം താഴെയുള്ള ലേബലിന്റെ ക്യാപ്ഷൻ മാറ്റി നോക്കാം. നെയിം എന്ന് ഇവിടെ ചെറിയ അക്ഷരത്തിലാണ് നൽകിയിരിക്കുന്നത്. അത് വലിയ അക്ഷരത്തിൽ നൽകുന്നു. പ്രോപ്പർട്ടി വിൻഡോ ശ്രദ്ധിച്ചാൽ ഈ ലേബലിന്റെ ക്യാപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ നെയിം എന്നത് വലിയ അക്ഷരത്തിൽ നൽകുക. എല്ലാ ലേബലുകളും വലിയ അക്ഷരത്തിൽ തന്നെ നൽകുക. ഇനി ഇതിന്റെ ഉയരം ക്രമീകരിച്ചു കൊടുക്കാം. അതിനായി ഇവിടെ ക്ലിക്ക് ചെയ്ത് ഡബിൾ ഹെഡഡ് ആരോ ഡ്രാഗ് ചെയ്താൽ മതി. താഴെ ഡീറ്റെയിൽ എന്ന സ്ഥലത്തും ഉയരം ഇതുപോലെ ക്രമീകരിക്കാം. ഇപ്പോൾ നമ്മുടെ ഡേറ്റ റിപ്പോർട്ട് ഡിസൈൻ ചെയ്തു കഴിഞ്ഞു. ഇനി MDI ഫോമിലേക്ക് പോകാം. MDI ഫോമിൽ റിപ്പോർട്ട് മെനുവിന് കീഴിൽ ഡേറ്റ എന്ന സബ് മെനുവിന്റെ ക്ലിക്ക് ഇവന്റിൽ ഡേറ്റ റിപ്പോർട്ട് 1.show എന്ന് നൽകുക. ഡേറ്റ മെനു ക്ലിക്ക് ചെയ്യുമ്പോൾ ഡേറ്റ റിപ്പോർട്ട് ഡിസ്പ്ലേ ചെയ്യുവാൻ വേണ്ടിയാണ് ഇതുപോലെ കോഡ് നൽകുന്നത്. ഇനി പ്രോജക്റ്റ് റൺ ചെയ്ത് നോക്കാം. ആപ്ലിക്കേഷൻ റൺ ചെയ്യുമ്പോൾ ലഭിക്കുന്ന വിൻഡോയാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ഇതിൽ റിപ്പോർട്ട് എന്ന മെനുവിൽ ക്ലിക്ക് ചെയ്യുക. ഡീറ്റെയിൽ എന്നും ഡേറ്റ എന്നും രണ്ട് സബ് മെനു കാണാം. ഇതിൽ ഡേറ്റ മെനുവിന്റെ ക്ലിക്ക് ഇവന്റിലാണ് ഡേറ്റ റിപ്പോർട്ട് കാണുവാനുള്ള കോഡ് നൽകിയിരിക്കുന്നത്. ഡേറ്റ മെനുവിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഡേറ്റ റിപ്പോർട്ട് സ്ക്രീനിൽ കാണാം. ഇതിൽ സ്റ്റുഡന്റ് റിപ്പോർട്ട് എന്ന ഹെഡിങ് കാണാം. റിപ്പോർട്ട് ലേബലിൽ നൽകിയ ക്യാപ്ഷനാണ് ഇവിടെ കാണുന്നത്. ഇവിടെ നെയിം, അഡ്മിഷൻ നമ്പർ, കോഴ്സ്, പ്ലേസ് എന്നിങ്ങനെ ഹെഡിങ്ങുകളുണ്ട്. ലേബലിന്റെ ക്യാപ്ഷൻ മാറ്റി നൽകിയത് ഓർക്കുക. ഇനി ഓരോ ഫീൽഡ് ഹെഡിങ്ങിന്റെയും താഴെ ആ ഫീൽഡിലെ ഡേറ്റ കാണാം. നെയിം എന്ന ഫീൽഡ് ഹെഡിങ്ങിന്റെ താഴെ നെയിം എന്ന ഫീൽഡിന്റെ ഡേറ്റ കാണാം. അഡ്മിഷൻ നമ്പറിന് താഴെ അഡ്മിഷൻ നമ്പർ കാണാം. കോഴ്സിന് താഴെ കോഴ്സ് കാണാം. പ്ലേസിന് താഴെ പ്ലേസും കാണാം. ഡേറ്റ റിപ്പോർട്ട് ഉപയോഗിച്ച് എങ്ങനെ റിപ്പോർട്ട് ഡിസൈൻ ചെയ്യുമെന്നും എങ്ങനെ റിപ്പോർട്ട് കാണാമെന്നും ഇപ്പോൾ നാം കണ്ടു.